നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ് ജസ്റ്റ് യു വേഴ്സസ് ദം ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ മനസ്സിൽ എന്താണ്, നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ എന്താണ്, രണ്ടും തമ്മിൽ നമുക്കൊരു കമ്പാരിസൺ നോക്കാം. ഓക്കെ, നിങ്ങളെന്താ ചിന്തിക്കുന്നത്, അവരെന്താ ചിന്തിക്കുന്നത്, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അവരോടുള്ള ഫീലിംഗ്, അങ്ങനെ എല്ലാം. ഓക്കെ, നിങ്ങൾക്ക് അവരോടുള്ള ഫീലിംഗ്, അവരോടുള്ള തോട്ട്സ്, ജസ്റ്റ് ഒരു കമ്പാരിസൺ നമുക്ക് ജസ്റ്റ് പറയാം. നിങ്ങൾക്ക് റെസനേറ്റ് ആവുമോ നോക്കാമല്ലോ. അപ്പം നിങ്ങളുടെ ഭാഗം നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗവും നിങ്ങൾക്ക് മാച്ച് ആവുമെന്ന് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, സോ ഇവിടെ ഈ ഡെക്ക് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എടുക്കാൻ യൂസ് ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടി മാസ്കുലിൻ ആയിട്ട് തോന്നി എനിക്ക്, അതുകൊണ്ടാണ്. ഓക്കെ, ഇത് നമുക്ക് നിങ്ങളുടെ നോക്കാൻ എടുക്കാം. ഓക്കെ, ഈ ഡെക്ക്. ഓക്കെ, ആദ്യം നിങ്ങളുടെ പേഴ്സൻ്റെ എടുക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, നിങ്ങളോട് അവർ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്, ആൻഡ് അവർക്ക് ഈ റിലേഷൻഷിപ്പിലെ എന്താണ് ആഗ്രഹം മുന്നോട്ട്. ഓക്കെ, ആൻഡ് ആക്ഷൻ കാർഡ് ഞാൻ ഇങ്ങനെ വെക്കാം. ഓക്കെ, ആക്ഷൻ കാർഡ് നമുക്ക് പിന്നെ നോക്കാം. ബോട്ടം ഓഫ് ദ ഡെക്ക് എവിടെയുണ്ട്? ഓക്കെ, ശരി, നിങ്ങളുടെ നോക്കാം. ഞാനത് പറയാം, എല്ലാം എടുത്തിട്ട് നമുക്ക് പറയാം അല്ലേ, അല്ലെങ്കിൽ വേണ്ട ഇപ്പോൾ പറയാം. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു 5 ഓഫ് വാണ്ട്സ് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു തരം കോമ്പറ്റീഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അവർ. ജഡ്ജ്മെൻറ്റും ഉണ്ട് ഇവിടെ. സോ അവരുടെ മനസ്സിൽ തന്നെ ഐ തിങ്ക് ഒരു വടംവലി നടക്കുന്ന പോലെ. എന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് തെറ്റ് ചെയ്യുന്നുണ്ടോ, തെറ്റ് ചെയ്തതിൻ്റെയൊക്കെ ഒക്കെ അത് കാരണമായിരിക്കാം. ഓക്കെ, അവർക്ക് തോന്നുന്ന ജഡ്ജ്മെൻറ്റ് കാർഡും കൂടി ഉള്ളതുകൊണ്ട് അവർക്ക് തോന്നുന്നുണ്ടാവാൻ എന്നിട്ട് അവർ നിങ്ങളോട് ചില തെറ്റുകൾ ചെയ്ത കാരണം അവർക്ക് കർമ്മ കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയായിരിക്കാം. അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവാം. എവിടെയോ നിങ്ങളുടെ അടുത്ത് തെറ്റ് ചെയ്തു എന്നുള്ളൊരു ചിന്ത ഇന്ന് അവരുടെ മൈൻഡിലുണ്ട്. എനിക്ക് അത്രേ ഇപ്പം തോന്നുള്ളൂ. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിൽ തന്നെ ഒരു വടംവലിയാണ് നടക്കുന്നത്. ഓക്കെ, ഞാൻ പറയാൻ പോലെ. ഓക്കെ, ഒരു ക്ലാരിഫിക്കേഷൻ എടുക്കണം. ഓക്കെ, എന്താണ് ഇങ്ങനൊരു ചിന്ത അവരുടെ മനസ്സിൽ? ഇപ്പം നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് ആയിരിക്കാം, സെപ്പറേഷൻ ആയിരിക്കാം, നോ കോണ്ടാക്ട് ആയിരിക്കാം. പക്ഷെ അവർക്കത് നിങ്ങളോട് ഐ തിങ്ക് നിങ്ങളെ വിട്ട് അവരാണ് പോയതെങ്കിൽ അവർക്ക് എവിടെയോ നിങ്ങളോട് ചെയ്ത ചില തെറ്റുകളാണോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു തോന്നലായിരിക്കാം. ഗിൽറ്റി ഫീലിംഗ് എന്ന് പറയാം. ഓക്കെ, അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മൈൻഡിലൊരു ഗിൽറ്റി ഫീലിംഗ് ആണ്, ഒരു കുറ്റബോധമാണ്. ഓക്കെ, നെക്സ്റ്റ് ഫീലിങ്സ് നോക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്നാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ചെയ്യണം, നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ട്. ഡെത്ത് ഉണ്ട് ഇവിടെ. ഡെത്ത് എന്ന് പറയുമ്പോൾ അഗൈൻ നമ്മൾ ഡെത്ത് ആൻഡ് റീബർത്ത് എന്നാണ് പറയുക. സോ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് ആണെങ്കിൽ അത് എൻഡ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതാണ് അവരുടെ മനസ്സിൽ. ഇന്റൻഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഇതിൽ അവർ മുന്നോട്ട് ആഗ്രഹിക്കുന്നത്? അത് കിങ് ഓഫ് കപ്സ് ആണ്. സോ അഗെയിൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അവർക്ക് എവിടെയോ ഇപ്പം നിങ്ങളെ വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ കുറ്റബോധമുണ്ട് അവരുടെ മനസ്സിൽ. അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്നുണ്ട്. തെറ്റ് ചെയ്തിട്ട് ആ ഒരു വാക്ക് എന്താണെന്നറിയില്ല എനിക്ക്. പിന്നെ എൻ്റെ കണ്ണ് ആ കാർഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവർക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് സെപ്പറേഷൻ ആണെങ്കിൽ അത് എൻഡ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്ത് കിങ് ഓഫ് കപ്സ് ആണ്. സോ നിങ്ങളോട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും മുന്നോട്ട് വരാനും ക്വീൻ ഓഫ് കപ്സ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ അവർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം വളരെ സ്ട്രോങ് ആയിട്ട്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രെങ്ത് ആക്കണം എന്നുള്ള ഒരു തോട്ടാണ് അവരുള്ളിൽ. ഓക്കെ, ആ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്ത് മുന്നോട്ട് നിങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധമാവണം, സ്ട്രോങ് ആവണം എന്നുള്ള ഒരു ചിന്തയാണ്. ആക്ഷൻ ഓക്കെ, സർപ്രൈസ് ആക്കി വെച്ചത് നന്നായി. വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് കിങ് ഓഫ് പെന്റിക്കിൾസ്. അവർ നിങ്ങളുടെ അടുത്തേക്ക് ആക്ഷൻ ഒരു ഓഫറുമായിട്ട് വരുമെന്നാണ്. ഓക്കെ, അവർ സമയം ആക്ച്വലി മാറി വരുന്നു എന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, ഇത് കാലമായിട്ട് ഒരു ചേഞ്ച് യൂണിവേഴ്സായിട്ട് കൊണ്ടുവരുന്നു എന്ന് പറയാം, സമയത്തിൻ്റെ മാറ്റം എന്ന് പറയാം.
നിങ്ങളുടെ ഭാഗത്തേക്ക് ലക്ക് വരുന്നു എന്ന് പറയുന്നതും പറയാം. ചില കർമ്മയുടെ കാര്യങ്ങൾ പറയാം. ആക്ച്വലി ഈ കർമ്മയുടെ കാര്യം ഇവിടെ വന്നുകൊണ്ട് അഗെയിൻ യെസ് കർമ്മയായിരിക്കാം. നിങ്ങൾ ചെയ്ത നല്ല കർമ്മയുടെ ഒരു റിസൾട്ടായിട്ട് എന്ന് പറയാം. അവർ നിങ്ങളുടെ അടുത്ത് ഒരു ഓഫറുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ആക്ച്വലി ആക്ഷൻ അതാണ്. അവർ നിങ്ങളുടെ അടുത്തേക്ക് ഓഫറുമായിട്ട് വരും. ഓക്കെ, കമ്മിറ്റ്മെന്റ് തരാൻ അവർ വരും എന്നാണ്. കിങ് ഓഫ് പെന്റിക്കിൾസ് വളരെ ശരിക്കും നമ്മളൊരു മാരേജിന്റെ കാര്യമാണ് പറയുക. ഹസ്ബൻഡ് എന്ന രീതിയിലാണ് നമ്മൾ എടുക്കാറ് കിങ് ഓഫ് പെന്റിക്കിൾസിനെ. സോ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ട് ശരിക്കും കമ്മിറ്റഡ് ആയിട്ട് ഒരു ഓഫർ തരും എന്നാണ് പറയുന്നത്. അവർ അതിനു വേണ്ടി മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എനിക്ക് ഈ കാർഡ്സ് ഇവിടെ ഇരിക്കട്ടെ. എന്തായാലും അതാണ് അവരുടെ മൈൻഡിലുള്ളത്. ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സന്റെ കാര്യത്തിലാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ എന്തൊക്കെയാ ചിന്തിക്കുന്നത്? അതുകൂടി നമുക്ക് നോക്കാം. ഓക്കെ, കിങ് ഓഫ് വാൻഡ്സ്, 4 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ മനസ്സിലെ ചിന്തകളൊക്കെ ഫീലിങ്സ് സെയിം ആണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താ ആഗ്രഹം? ഓക്കെ, ഫ്യൂച്ചറിൽ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? ആൻഡ് നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കണോ എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, നിങ്ങൾ വ്യൂവേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ആക്ഷൻ എടുക്കണോ വേണ്ടേ, എന്തെങ്കിലും ചെയ്യണോ എന്ന് മാത്രം നമുക്ക് നോക്കാം. വേൾഡ് ഉണ്ട് ഇവിടെ. വേൾഡ് ആൻഡ് ഹയറോഫന്റ്, ടെമ്പറൽ, 9 ഓഫ് പെന്റിക്കിൾസ് ഒക്കെയാണ്. സോ യെസ്, നിങ്ങളും ഇതിലൊരു ന്യൂ ബിഗിനിങ് ആണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പിൽ നിങ്ങളും ഒരു ന്യൂ ബിഗിനിങ്, ഒരു കമ്മിറ്റ്മെന്റ്, ഒരു മാരേജ് എന്ന രീതിക്കാണ് നിങ്ങളുടെ മനസ്സിലും. ഓക്കെ, രണ്ടുപേരെയും തോട്ട്സ് ആ കാര്യത്തിൽ ആക്ച്വലി മാച്ചിങ് തന്നെയാണ്. അവർക്കും ആക്ച്വലി സെയിം ആണ് കേട്ടോ. ഏസ് ഓഫ് കപ്സ് ഉണ്ട്. സോ വളരെയധികം അവർ ഫീലിങ്സ് ഓവർഫ്ലോ ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഫ്യൂച്ചറിലേക്ക്. നൈറ്റ് ഓഫ് വാൻസ് ആൻഡ് 3 ഓഫ് കപ്സ്, അവർ സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് എന്നാണ്. ഓക്കെ, ആൻഡ് ഇവിടെ അഗെയിൻ ഇത് കാണുന്നതും കിങ് ഓഫ് വാൻസ് ആണ്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ, ആ പേഴ്സണിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അവരോട് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നുണ്ട്. നിങ്ങൾ അവരെ വളരെ ഒരു ഹൈ പൊസിഷനിലാണ് നിങ്ങൾ അവരെ കാണുന്നത്. ഓക്കെ, അവരോടൊരു സ്ട്രോങ് അട്രാക്ഷൻ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ട് നിങ്ങൾ അവരുമായിട്ടൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്, അഗെയിൻ നിങ്ങളും മാരേജ് ആണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഹയറോഫന്റ് കണ്ടു ആൻഡ് ഇവിടെ 4 ഓഫ് വാൻസും ഉണ്ട്. സോ നിങ്ങൾ അവരുമായിട്ടൊരു ഫാമിലി പോലെ ഒരു ലൈക്ക് സ്റ്റേബിൾ ആയിട്ടൊരു വീട്, ഫാമിലി, മാരേജ്, കമ്മിറ്റ്മെന്റ് എന്ന രീതിക്ക് നിങ്ങളും മനസ്സിലാഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഫീലിങ്സും ആക്ച്വലി ഇവിടെ ലേശം ഫൈറ്റിംഗ് ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി അവരൊരു ആക്ഷൻ എടുക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്ട്രോങ് ആയിട്ട് അവർ ലൈക്ക് എല്ലാം അവർ എന്ത് തടസ്സം ഉണ്ടെങ്കിലും, എന്ത് വഴിയിൽ എന്ത് തടസ്സം ഉണ്ടെങ്കിലും അതിനൊക്കെ അവർ ക്ലിയർ ചെയ്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ആക്ഷൻ എടുത്ത് വരണം എന്നാണ് നിങ്ങളുടെ മൈൻഡിൽ. ആക്ച്വലി നിങ്ങളും കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരേ കാര്യമാണ്. കണ്ടോ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മേ ബി നിങ്ങളും വെയിറ്റ് ചെയ്യാതിരിക്കും, എന്നിട്ട് അവരിങ്ങോട്ട് വരട്ടെ എന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അവർ ആക്ഷൻ എടുക്കട്ടെ എന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുമായിരിക്കും. ഓക്കെ, നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. നിങ്ങളും ഫ്യൂച്ചറിൽ നിങ്ങളും ആഗ്രഹിക്കുന്നവർ അഗെയിൻ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്. കമ്മിറ്റ്മെന്റ് കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വന്ന് സോറി പറയണം എന്നായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. മേ ബി അതൊക്കെ ആയിരിക്കാം കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായിരിക്കാം അവരുടെ ഭാഗത്തുനിന്ന് ഒരു സോറി വരണം, അല്ലെങ്കിൽ അവർ വന്ന് ഇതാക്കണം. നിങ്ങളും പക്ഷെ അവരോട് കമ്മിറ്റഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾ പക്ഷേ ഇമോഷണൽ ആണ് വല്ലാതെ. ഓക്കെ, വല്ലാതെ ഇമോഷണൽ ആണ് നിങ്ങൾ. മേ ബി ഇപ്പോൾ ഈ സെപ്പറേഷനൊക്കെ ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി ഇല്ല, പല കാര്യങ്ങളും മറിഞ്ഞിരിക്കുന്നുണ്ട് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇത് നടക്കുമോ നടക്കില്ലേ എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻ വേണോ എന്ന് ചോദിക്കുമ്പോൾ ടവർ ആൻഡ് 8 ഓഫ് പെന്റിക്കിൾസ് ആൻഡ് വേൾഡ്, ഇതെല്ലാം കൂടി നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത് ആക്ച്വലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഐ തിങ്ക് മേ ബി നിങ്ങളാണോ സെപ്പറേഷൻ ഉണ്ടാക്കിയത്, നിങ്ങളാണോ സെപ്പറേഷൻ ആയിട്ട് പോയത്. നിങ്ങൾ ചിലവർക്ക് മേ ബി നിങ്ങളായിരിക്കാം ഈ സെപ്പറേഷൻ ചെയ്തത്. ഓക്കെ, പക്ഷേ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, പക്ഷേ ഐ തിങ്ക് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. ഓക്കെ, ഇതൊന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. ആക്ഷൻ എടുക്കുന്ന പോലെ തോന്നുന്നില്ല നിങ്ങളിവിടെ. മേ ബി എടുക്കണ്ട എന്നായിരിക്കാം യൂണിവേഴ്സ് പറയുന്നത്. മേ ബി നിങ്ങളിപ്പോൾ ഒന്നും ആക്ഷൻ ചെയ്യേണ്ട, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കൂ എന്നായിരിക്കാം. പക്ഷെ ഇവിടെ എന്തായാലും കമ്മിറ്റ്മെന്റും കാര്യങ്ങളും നിങ്ങളുടെയും മനസ്സിലുണ്ട്. ഓക്കെ, ആക്ഷൻ്റെ കാര്യത്തിൽ മാത്രം ഐ തിങ്ക് നിങ്ങളൊന്നും ചെയ്യണ്ട എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് ഒരു യൂണിവേഴ്സ് അഡ്വൈസ് എന്താണ് ഇവിടെ? 6 ഓഫ് സോഡ്സ്, 4 ഓഫ് കപ്സ്. ഓക്കെ, നിങ്ങളോട് പറയുന്ന ആക്ച്വലി ഒന്നും ഓക്കെ, നിങ്ങളാണ് ഇപ്പോൾ
മെയിൽ വാച്ചിങ് എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ പേഴ്സണിന് വേണമെങ്കിൽ ഒരു ഓഫർ കൊടുക്കാം. ഓക്കെ, നിങ്ങൾ മാൻ വാച്ചിങ് ആണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഒരു ഓഫർ കൊടുക്കാൻ ശരിക്കും നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് മേ ബി നിങ്ങളായിരിക്കാം കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അല്ലാത്തവർക്ക് ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ നിങ്ങളോട് ഐ തിങ്ക് നിങ്ങളോട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്ന പോലെയാണ്. യെസ്, ക്വീൻ ഓഫ് പെന്റിക്കിൾസും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈവൻ ജെൻസ് ആയാലും ആക്ച്വലി അങ്ങനെ എടുക്കാം. നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ടവർ കാർഡ് അങ്ങനെ ഉണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ ഇവിടെ ഇപ്പൊ തൽക്കാലം നിങ്ങളോട് പറയുന്നത് ഇത് ബ്രേക്കപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ ബ്രേക്കപ്പ് അവിടെ ഇരിക്കട്ടെ എന്ന രീതിക്കാണ്. സോറി, നിങ്ങളുടെ പേഴ്സണിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, എനിക്ക് ത്രോട്ടിന്. എനിവേ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നത് ആക്ച്വലി നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി ഇരിക്കൂ എന്ന് പറയുന്ന പോലെയുണ്ട്. കാരണം നിങ്ങളോട് പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ഈ സ്നേഹം, ഈ ഫീലിങ്സിന്റെ കപ്പ് ആർക്കും കൊടുക്കണ്ട. ഓക്കെ, നിങ്ങൾ അവനവന്റെ കയ്യിൽ വെക്കുക, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു അബണ്ടൻസിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കരിയർ ഗ്രോത്ത് കാര്യങ്ങളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. അവർ വന്നോളും. ഓക്കെ, അവർ വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. മേ ബി നിങ്ങളായിരിക്കാം ഈ റിലേഷൻഷിപ്പ് നിന്ന് ബാക്ക് ഔട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും അവർക്ക് കൺഫ്യൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞത് അവർക്ക് കർമ്മ കിട്ടിയെന്ന് തോന്നുന്നുണ്ടാവാം. എന്നിട്ട് അവർ നിങ്ങൾക്ക് വേണ്ട ടൈമിൽ അവർ വേണ്ട ജസ്റ്റിസ് നിങ്ങളോട് ചെയ്തില്ല, അതുകൊണ്ട് നിങ്ങൾ വിട്ടുപോയി എന്ന് അവർക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, ഇപ്പൊ നിങ്ങളോട് ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ ശ്രമിക്കുക എന്ന രീതിക്കാണ്. ഓക്കെ, എന്തായാലും രണ്ടാൾക്കും വേണ്ട കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഒരു യൂണിവേഴ്സിന്റെ ഒരു സമയം വരാനുള്ള വെയിറ്റിംഗ് ആയിരിക്കാം അല്ലെ. ഒരു യൂണിവേഴ്സിന്റെ സമയം വരും, എല്ലാം ശരിയായി വരുന്ന ഒരു സമയം വരും, ഡിവൈൻ ടൈമിംഗ് വരും എന്ന് പറയുന്ന. ഓക്കെ, ജസ്റ്റ് അഡ്വൈസ് ആയിട്ട് കൂടെ എടുക്കാം. നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് പറയാം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഡ്വൈസ് വരുന്നത്. സെറൻഡിപ്പിറ്റി, റീജനറേഷൻ വരും. ഓക്കെ, ഗുഡ്. മെൻഡിങ്, നോട്ട് ഫോർ യു ചിലവർക്ക്. യെസ്. ഓക്കെ, ബൈ. ബിൽഡിംഗ് ബ്ലോക്സ്, നെവർ എൻഡിങ് സ്റ്റോറി, ടൈം ടു ഗോ. ഓക്കെ, ചിലവർക്ക് നിങ്ങളോട് പറയുന്ന ആക്ച്വലി സത്യം പറഞ്ഞാൽ നിങ്ങളോട് മൂവ് ഓൺ ചെയ്യാനാണ് ഇവിടെ കാണുന്ന ടോപ്പ് ഷൂട്ട്. ഞാൻ എന്താ ഞാൻ പറയാം, എനിക്ക് ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആവും. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആവും എന്ന് തന്നെയാണ് ഇന്നലത്തെ റീഡിങ്ങിന്റെ ഒരു കണ്ടിന്യൂഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന പോലെയുണ്ട്. നിങ്ങൾക്ക് സയൻസ് ഒക്കെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു പേഴ്സന്റെ അടുത്ത് നിങ്ങൾ അകലാൻ നോക്കിയാലും വീണ്ടും വീണ്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവും. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് എപ്പോഴും ഈ ഒരു ലൈക്ക് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, അതിൽ നിന്ന് പുറത്തു വരാൻ ഒരു കാര്യം ചെയ്യാനുള്ളത്, നമ്മൾ ഓരോ പ്രാവശ്യവും ലൈക്ക് നിങ്ങളുടെ പേഴ്സൺ വന്നു നിങ്ങളോട് സംസാരിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ അപ്പോഴേക്കും ഭയങ്കരമായിട്ട് അതിലേക്ക് അങ്ങോട്ട് അറ്റാച്ച്ഡ് ആയി പോകും അല്ലെ. ആ സംസാരിക്കുമ്പോഴേക്കും നിങ്ങൾ അതിൽ നിങ്ങൾക്ക് ദേഷ്യമൊക്കെ ഉണ്ടാവാം. ദേഷ്യമൊക്കെ നിങ്ങൾ മാറ്റിവെച്ച്, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ മാറ്റിവെച്ച് ആള് വന്ന് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ വീണ്ടും അവരോട് അടുക്കും. ഓക്കെ, അടുത്തു കഴിഞ്ഞാൽ കുറച്ച് പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റെന്താ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വല്ലാതെ അങ്ങോട്ട് അറ്റാച്ച്ഡ് ആയി പോകും. ഓക്കെ, അത് കാണുമ്പോൾ മേ ബി നിങ്ങളുടെ പേഴ്സൺ വീണ്ടും പിന്നെ അവർ ബാക്കൗട്ട് ആയിട്ട് പോവുക, പിന്നെ അവർ മാറിപ്പോവും. അഗെയിൻ കുറച്ച് ദിവസം മേ ബി ചിലപ്പോൾ ഒരു നോ കോൺടാക്ട് വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരും. വീണ്ടും അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളൊന്ന് മാറി നിൽക്കുമ്പോൾ അവർ പിന്നെയും വരും. നിങ്ങളൊന്ന് മറക്കാൻ ശ്രമിക്കുക എന്ന് പറയില്ല, ആ ഒരു തരത്തിൽ നിങ്ങളൊന്ന് മറക്കാനൊക്കെ ശ്രമിക്കുമ്പോഴേക്കും അവർ വീണ്ടും തിരിച്ചു വരും. ഓക്കെ, സെയിം കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ്. ഓക്കെ, ഇതിന് ഇൻഡിക്കേഷൻ, അതായത് നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വരാനുണ്ട് ഈ സൈക്കിളിൽ നിന്ന്. എങ്ങനെയാ പുറത്തു വരിക? ആ പുറത്തു വരുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ നിങ്ങൾ മാറ്റണം. റൗണ്ട് ആൻഡ് റൗണ്ട് സൈക്കിൾസ്. ഓക്കെ, നിങ്ങളടുത്ത് പറയുന്നത് ചേഞ്ച് ചെയ്യാം, നിങ്ങളുടെ ആക്ഷൻസ് നിങ്ങൾ ചേഞ്ച് ചെയ്യാം. അതായത് ആ പേഴ്സൺ അങ്ങനെ വിട്ട് മാറി പോകുമ്പോൾ തിരിച്ചവർ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്നുമില്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം അത് അവരെ സ്വീകരിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ എന്നെ വിട്ടുപോയ ഒരു വ്യക്തിയാണ്, ഇനി എന്തിനാ തിരിച്ച് എനിക്ക് വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാനിത് ഈ വൈൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടിയാണ് പറയുന്നത് കേട്ടോ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയും നടക്കുന്നത് ഈ കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഈ സൈക്കിൾ എൻഡ് ആവാത്തത് എന്നുള്ളതാണ് കൂടിയാണ് നിങ്ങൾ ആലോചിക്കാനുണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അവരങ്ങനെ വരുമ്പോൾ ഒരുപാട് ഡിപ്പെൻഡൻസി കാണിക്കാതിരിക്കുക.
ഓക്കെ. അവർ വരുമ്പോൾ 2 ദിവസം നന്നായിട്ട് സംസാരിക്കും അവർ. ഓക്കെ. മൂന്നാമത്തെ ദിവസം അവർ എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് വിളിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും നിങ്ങൾ തുടങ്ങും, ലൈക്ക് എന്താണ് വിളിക്കാത്തത്, എന്താണ് ഇത്ര പ്രശ്നം, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് നിങ്ങൾ തുടങ്ങും. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ പേടി വരികയാണ്, ഇവർ എന്നെ വീണ്ടും വിട്ടു പോവാണോ എന്ന്. ഓക്കെ. അങ്ങനെ അത് നിങ്ങളുടെ ഉള്ളിലെ പേടിയാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങളുടെ ഉള്ളിൽ ധൈര്യമില്ല, അതായത് ഈ പേഴ്സൺ പോവില്ല എന്നുള്ള ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ ഇല്ല. കാരണം നിങ്ങൾ അവനവനെ സ്നേഹിക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം അവിടേക്കാണ്. പോട്ടെ. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സൈക്കിളിൽ നിന്ന് ബ്രേക്ക് ചെയ്യാം. ഓക്കെ. അത് ബ്രേക്ക് ആവാതെ കാര്യങ്ങൾ നടക്കില്ല. സോ ഇടയിൽ ഇപ്പം നിങ്ങൾ സെപ്പറേഷൻ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കാനാണ് പറയുന്നത്. കാരണം നിങ്ങൾ എവിടേക്കോ നിങ്ങളുടെ സെൽഫ് വാല്യൂ മനസ്സിലാക്കാനുണ്ട്. നോട്ട് ഫോർ യു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ചിലവർക്ക് കേട്ടോ, എല്ലാവർക്കും അല്ല, ചിലവർക്ക് ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് നല്ലതല്ല എന്നാണ്. ബിക്കോസ് അത് നിങ്ങളെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. ഓക്കെ. പക്ഷെ പേഴ്സണിന്റെ മനസ്സിലും ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. പക്ഷെ ആ ഒരു കമ്മിറ്റ്മെന്റ് ലെവലിലേക്ക് അവർ എത്തണം, അല്ലെ? ആ ഒരു കമ്മിറ്റ്മെന്റ് ലെവലിലേക്ക് അവർ എത്തണം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നാവാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കണം. പല കാര്യങ്ങളും ഉണ്ട്. സോ ചില സിറ്റുവേഷനിൽ നിങ്ങൾ അവിടെ ഇത് നിങ്ങൾക്കുള്ള എല്ലാ ടൈം ടു ഗോ എന്ന് പറയുന്നുണ്ട്, നോട്ട് ഫോർ യു എന്ന് പറയുന്നുണ്ട്. ചിലവർക്ക് എനിക്ക് ഇത് വിട്ടു പോകാനുള്ള ഒരു അഡ്വൈസ് ആണ് വരുന്നത്. ചിലവർക്ക് യെസ് ഇത് വീണ്ടും തിരിച്ചു വരും, വീണ്ടും ശരിയാവും, ബെറ്റർ ആവും എന്നും കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആദ്യം ഈ സിറ്റുവേഷൻ മാറ്റാൻ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മെച്യൂരിറ്റിയോടെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാം. നിങ്ങൾ അവനവനെ ബെറ്റർ ആക്കുക, അവനവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. അങ്ങനെ ആ ഒരാളുടെ പേഴ്സന്റെ സ്നേഹം കിട്ടാതെ നിങ്ങൾ അതിലിങ്ങനെ അഡിക്റ്റ് ആയിട്ട് പോകണ്ട. ഓക്കെ. അതൊക്കെ നിങ്ങൾ കുറെ പഠിക്കാനുണ്ട്. സോ റീജനറേഷൻ വരും, ചിലവർക്ക് ഇവിടെ റീഗ്രോത്ത് വരും, നിങ്ങളുടെ റീയൂണിയൻ ഉണ്ടാവും, നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റ്മെന്റ് തരും, നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ നിങ്ങളുടെ ഫീലിങ്സ് കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ എനിവേ നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ മെൻഡിങ് എന്ന് പറഞ്ഞാൽ അഗൈൻ നമ്മൾ തമ്മിൽ റിപ്പയർ ചെയ്ത് കാര്യങ്ങൾ ശരിയാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ ഈ സിറ്റുവേഷൻ വീണ്ടും റിപ്പീറ്റ് ആവാതെ സൂക്ഷിക്കുക നിങ്ങൾ. അത് നിങ്ങളുടെ കയ്യിലാണ്. ഈ ഒരു ഡിസിഷൻ നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ. ഇനിയും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ അപ്രോച്ച് മാറ്റണം. ഓക്കെ. നിങ്ങളുടെ ബിഹേവിയർ മാറ്റണം. നിങ്ങൾ അവനവനെ തന്നെ ഒന്ന് മാറ്റണം. ഓക്കെ. സോ എല്ലാ കാർഡും പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ചിലവർക്ക് ഇവിടെ സിറ്റുവേഷൻ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് വരും, നല്ലത് തിരിച്ചു വരും എന്നാണ്. ചിലവർക്ക് നിങ്ങൾ തീരുമാനം എടുക്കണം ദാറ്റ് നിങ്ങൾക്കിത് ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ പ്രോപ്പർ ആയിട്ട് പേഴ്സൺ കമ്മിറ്റ്മെന്റ് തന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. സിറ്റുവേഷൻ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാം. ഓക്കെ. എന്തായാലും ശരി, പേഴ്സൺ കമ്മിറ്റ്മെന്റ് തരാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവിടെ വരെ എത്തണം, ഈ ഒരു ലെവൽ എത്തണം, അല്ലേ? ഓക്കെ. സോ നിങ്ങൾ കൂടി ഒന്ന് കുറച്ചുകൂടി നിങ്ങളെ മേലെ നിങ്ങൾ വർക്ക് ചെയ്യാനുണ്ട്. ഓക്കെ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.